കൂടി റഹീസ്, ഇപ്പോൾ ഈ വാട്സപ്പ് ചാറ്റ് സഹോദരനും സഹോദരിയും ഒരേ വീട്ടിൽ തൊട്ടപ്പുറത്തെ മുറികളിൽ നിന്നും വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ഇവരുടെ സംഭാഷണം എന്തായിരുന്നു എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടുന്നുണ്ടോ? എന്താണിപ്പോൾ ഈ മന്ത്രവാദിയുടെ ആഭിചാരക്രിയ നടന്നിരുന്നുവെന്നും മന്ത്രവാദി ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു. ഈ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടിയാണ് ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ പല കാര്യങ്ങളായിട്ട് പറയുന്നു. അവിടെയുണ്ടായ അച്ഛൻ്റെ മരണത്തിലടക്കം സംശയം പ്രകടിപ്പിക്കുന്നു. പല അസുഖങ്ങളാണ് പല ഘട്ടങ്ങളിലായി ഇവർ പുറത്തു പറഞ്ഞിരുന്നത്. അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണിപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, ഇതിനകത്ത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഈ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദേവിദാസനുമായി രാവിലെ ഞാൻ കുറേയധികം സമയം സംസാരിച്ചിരുന്നു. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസിനോട് ഇവർ സംസാരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ഞാനൊരു 10-15 മിനിറ്റോളം സംസാരിച്ചിരുന്നു. ഇദ്ദേഹം ടൗണിൽ തന്നെയുള്ള ഒരു പൂജാരിയാണ്. പൂജാരി എന്നല്ല, ഈ പൂജയുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ ഓൺലൈനിലടക്കം പഠിപ്പിക്കുന്ന ഒരാളാണ്. ദേവിദാസൻ എന്നാണ് പേര്. ശംഖുമുഖം ദേവിദാസൻ എന്നാണ് അറിയപ്പെടുക. തിരുവനന്തപുരത്തെ കരിക്കകം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഈ പ്രതി ഹരികുമാർ ഒരാഴ്ച ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിനും പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹരികുമാർ സഹായത്തിന് നിന്നിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോയതിൽ അങ്ങനെ ഒരാഴ്ച കൊണ്ട് ഒരാൾ പോവില്ലല്ലോ എന്നോർത്ത് കൂടുതൽ ചോദിച്ചപ്പോൾ ആൾ അവിടെ നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളല്ലായിരുന്നു. മൊത്തത്തിൽ പ്രശ്നക്കാരനായിരുന്നു, അലമ്പായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ഒരാഴ്ചയായ സമയത്ത് ഞാൻ തന്നെ തിരിച്ചു വെച്ചു. ഏത് തരത്തിലുള്ള പ്രശ്നമാണ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അങ്ങനെ വിട്ടു പറഞ്ഞില്ല. പകരം അവിടെ മറ്റുള്ളവരുമായി ഇദ്ദേഹം അവിടെ ഉള്ളപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ തന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ പറഞ്ഞതിൽ ചിലത് ശരിയുണ്ട് എന്ന് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സഹായത്തിന് വന്ന ആളെ പറഞ്ഞു വിടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് നേരിട്ട് കാണാമെന്ന് ഞാൻ ദേവിദാസനോട് പറഞ്ഞപ്പോൾ 2 ദിവസം ഞാൻ സ്ഥലത്തുണ്ടാവില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കാണാം, വീടും സ്ഥലവും ഒക്കെ പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ പോലീസ്. അങ്ങനെയെങ്കിൽ റഹീസ്, ഇപ്പോൾ ഈ ശ്രീതുവുമായിട്ടും ഇയാൾക്ക് പരിചയമുണ്ടോ? ശ്രീതുവും ഈ തരത്തിൽ ഓൺലൈനായി ഈ പൂജകൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന പൂജാരിയുമായി ശ്രീതുവിനും പരിചയമുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീതു വഴിയാണ് ഈ സഹോദരനായ ഹരികുമാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ജോലിക്കെന്ന പോലെ സഹായി എന്ന നിലയിൽ പോയത് എന്നതാണ്. നമ്മളിവിടെ വന്ന് ഇത് അവരുടെ വീടിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വന്ന് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ വീട്ടിലും ഇവരുടെ അമ്മ, അതായത് ശ്രീതുവിൻ്റെ അമ്മ, ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ദേവേന്ദ്രയുടെ മുത്തശ്ശി ഈ വലിയ തോതിലുള്ള ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇതൊരു നാട്ടുമ്പുറമാണ്. ചെറിയ തോതിലുള്ള ഈ സ്ഥിരമായി തലവേദന വരുന്ന ആളുകൾക്ക് തലവേദന പോവാത്തത് ആരൊക്കെയോ കൂടോത്രം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഏലസ് കുളിച്ചിട്ടതാണ് എന്ന തരത്തിൽ ഇവിടെ വരുമ്പോൾ ഈ അമ്മയാണ്, ശ്രീതുവിൻ്റെ അമ്മയാണ് വന്ന് കാണുക. അവർ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ വലിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരക്രിയ ചെയ്യുന്ന ആളല്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ, ചില ആൾക്ക് സ്ഥിരമായി വയറുവേദന, ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല, അപ്പോൾ ആരോ എന്തോ കൂടോത്രം ചെയ്തതാണ് അവർക്ക്. അതിൻ്റെ ഒരു പ്രതിവിധി തേടി ഇവിടെ അത് ചെയ്തു കൊടുക്കാറുണ്ട് ഈ ശ്രീതുവിൻ്റെ അമ്മ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഹരികുമാർ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആലപ്പുഴയിൽ ഒരു പൊട്ടിയുടെ കൂടെയായിരുന്നു ഹരികുമാർ ഏറ്റവും അവസാനം ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഹരികുമാറിനെ കൊണ്ടുവിട്ടത് ഈ ഹരികുമാറിൻ്റെ അമ്മയായ, ശ്രീധുവിൻ്റെ കൂടെ അമ്മയായ ദേവബന്ധുവിൻ്റെ മുത്തശ്ശിയാണ്. മുത്തശ്ശിക്ക് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധമുണ്ട്. അവരുമായി കണക്ഷനുണ്ട്. ആ കണക്ഷനുള്ള സ്ഥലത്ത് മകനെ കൊണ്ട് നിർത്തും. ഞാൻ ഇവിടെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ 4-5 സ്ഥലത്ത് സഹായത്തിനും മറ്റും ഹരികുമാർ നിന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി അവിടെ നിൽക്കുന്നില്ല. ചില പ്രശ്നങ്ങൾ കാണിക്കുന്നത് കൊണ്ട് അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു വിടുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അമ്മ വീണ്ടും വേറൊരിടത്തേക്ക് കൊണ്ട് വിടുന്നു എന്ന രീതിയാണ്. ഏറ്റവും അടുത്ത്
ആലപ്പുഴയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഈ കുടുംബത്തിന് മൊത്തത്തിലുണ്ട്. ഞാൻ ഈ ദേവിദാസനെ കുറിച്ച് ആദ്യം അറിഞ്ഞ സമയത്ത് അദ്ദേഹം ഈ ഓൺലൈനിൽ ഇത് പഠിപ്പിക്കുന്നുവെന്ന് മനസ്സിലായില്ല. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ വീടും സ്ഥലവും അതിൻ്റെ അടുത്തുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയത്. വീട്ടിൽ പൂജയും മറ്റുമുണ്ട്, അവിടെ കോഴ്സുകൾ മറ്റും നടത്തുന്നു, ഓൺലൈനിലും പൂജയും മറ്റും പഠിക്കാനുള്ള കോഴ്സുകളൊക്കെ നടത്തുന്ന ഒരാളാണെന്നതാണ്. അയാളോട് സംസാരിച്ചപ്പോൾ പക്ഷേ ശ്രീധുവുമായി ബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ല. കുറച്ച് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ശ്രീധുവാണ് ഹരികുമാറിനെ ഈ ദേവിദാസനിലേക്ക് കണക്ട് ചെയ്തത്. ഞാൻ തിരിച്ചെത്താം.